ഹായ് ഫ്രണ്ട്സ്, വെബ്സൈറ്റും വെബ് ആപ്ലിക്കേഷൻസും മൊബൈൽ ആപ്ലിക്കേഷൻസും ഒക്കെ ഒരുപാട് കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന AI ഒരു ന്യൂ മെത്തേഡാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈബ് കോഡിങ്ങിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് വൈബ് കോഡിംഗ് എന്നും എങ്ങനെയാണ് വൈബ് കോഡിംഗ് യൂസ് ചെയ്യേണ്ടതെന്നും ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് വൈബ് കോഡിംഗ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് വൈബ് കോഡിംഗ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ലൈൻ കോഡ് പോലും എഴുതാതെ തന്നെ AI ഹെൽപ്പോട് കൂടി നമ്മുടെ ഐഡിയാസിനെ ആപ്പുകളും വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷൻസും ഒക്കെ ആക്കി മാറ്റുന്ന ഒരു ടെക്നിക്കാണ് വൈബ് കോഡിംഗ്. അതായത് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട എന്താണോ അതിനെ നമ്മൾ ഒരു AI മോഡൽ അല്ലെങ്കിൽ ഒരു LLMനോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും അത് നമ്മൾ പറയുന്നത് നോർമലായിട്ടുള്ള ഒരു ലാംഗ്വേജ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് AI എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട കോഡാക്കി തരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഈ പേര് വരുന്നത് തന്നെ നമ്മളുടെ ഒരു വൈബിനെ AI മനസ്സിലാക്കി അതിനെ കോഡാക്കി മാറ്റുന്നു. അങ്ങനെയാണ് വൈബ് കോഡിംഗ് എന്ന് പറയുന്ന നെയിം വരുന്നത്. പണ്ട് നമ്മൾ ഓരോ ലൈൻ ഓഫ് കോഡും ഒരുപാട് നേരം ഇരുന്നാണ് തിങ്ക് ചെയ്തിട്ട് നമ്മളത് എഴുതിക്കൊണ്ടിരുന്നത്, കോഡ് റൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്നാൽ നമുക്കിപ്പോൾ കോഡിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് വേണം എന്ന് നമ്മൾ AIനോട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണമെന്ന് എന്ത് ചെയ്യും, AI തന്നെ ഡിസൈഡ് ചെയ്തിട്ട് അത് ജനറേറ്റ് ചെയ്ത് തരും. ഒരു തരം AI പെയർ പ്രോഗ്രാമിംഗ് പോലെയാണ് ശരിക്കും പറഞ്ഞാൽ വൈബ് കോഡിങ്. ഇനി അടുത്തത് നമുക്ക് ഹൗ ടു യൂസ് വൈബ് കോഡിങ് എന്നുള്ള ടോപ്പിക്കിലേക്ക് വരാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വൈബ് കോഡിങ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗീവ് യുവർ പ്രോംപ്റ്റ് എന്നുള്ളതാണ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ AIയോട് ഒരു നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജിൽ ഒരു പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കുക. അതിനാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് AI ജനറേറ്റ്സ് ദ കോഡാണ്. നമ്മൾ പറഞ്ഞ കാര്യത്തിന് AI അനലൈസ് ചെയ്ത് അതിന് വേണ്ട കോഡ് ജനറേറ്റ് ചെയ്ത് തരും. ചിലപ്പോൾ അതൊരു ഫംഗ്ഷൻ മാത്രമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫുൾ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് AI ജനറേറ്റ് ചെയ്ത് തരും ഈ ഒരു സ്റ്റെപ്പിൽ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ആൻഡ് ഒബ്സർവ് എന്നുള്ളതാണ്. AI തന്ന കോഡ് നമ്മൾ റൺ ചെയ്തിട്ട് നോക്കണം, എന്നിട്ട് നമ്മൾക്ക് വിചാരിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് തന്നെയാണോ AI ജനറേറ്റ് ചെയ്ത് തന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഫൈൻ ആൻഡ് ഐട്രേറ്റ് എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടിൽ നമ്മൾ ഹാപ്പിയാണോ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, AIയോട് അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തതിൽ ഒരു ബട്ടൻ്റെ കളർ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഇന്നൊരു ഫങ്ഷനാലിറ്റി ആഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് റിഫൈൻ ചെയ്ത് ഐട്രേറ്റ് ചെയ്ത് ഈ ഒരു ഫോർത്ത് സ്റ്റെപ്പിൽ ചെയ്തിട്ട് നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഫങ്ഷണലായിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വൈബ് കോഡിങ് ചെയ്യുന്നത്. ഈ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സ് ത്രൂ ആണ് മെയിൻലി ഒരു വൈബ് കോഡിങ്ങിൻ്റെ ഒരു ഫ്ലോ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. അടുത്ത് നമുക്ക് ഈ വൈബ് കോഡിങ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എസെൻഷ്യൽ ടൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള IDEs ആണ്. അതായത് നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ പോലെ അല്ലെങ്കിൽ സബ്ലൈം ടെക്സ്റ്റ് ഒക്കെ പോലെയുള്ള IDEകളിൽ നമുക്ക് എന്തുണ്ടാവും, AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള IDEs വരുന്നുണ്ട്. കഴ്സർ, വിൻസർഫ് ഒക്കെ അങ്ങനെയുള്ള IDEs ആണ്. ഇവയൊക്കെ വിഷ്വൽ സ്റ്റുഡിയോയുടെ തന്നെ ഒരു ഫോർബ്ഡ് വേർഷനാണ്. പക്ഷേ ഇതിൽ എന്തുണ്ടാവും, AI ചാറ്റ് ഫീച്ചേഴ്സും AI ഫീച്ചേഴ്സും ഒക്കെ ഉള്ള IDEs ആണ് കഴ്സറും വിൻസർഫും ഒക്കെ. കഴ്സറിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. അടുത്തതെന്ന് പറയുന്നത് ഓൺലൈൻ കോഡിംഗ് പ്ലാറ്റ്ഫോംസ് ആയിട്ടുള്ള റെപ്ലിറ്റ് പോലെയുള്ളതാണ്. ഇതിൽ നമുക്ക് AI യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊജക്ട്സുകൾ സ്റ്റാർട്ട് ചെയ്യാം, കോഡ് റൈറ്റ് ചെയ്യാം, അവസാനം ആ കോഡ് നമുക്ക് ഡിപ്ലോയ് ചെയ്യുകയും ചെയ്യാനായിട്ട് പോസിബിളാണ് റെപ്ലിറ്റ് പോലെയുള്ള കോഡിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്തിട്ട്. പിന്നെ ഉള്ളത് AI ചാറ്റ് ബോട്ട്സ് ആണ്. അത് നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവും. ChatGPT, ക്ലോഡൊക്കെ യൂസ് ചെയ്തിട്ട് കോഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ക്ലോഡിൻ്റെയൊക്കെ ക്യാൻവാസ് എന്ന് പറയുന്ന ഫീച്ചേഴ്സൊക്കെ വളരെ യൂസ്ഫുള്ളാണ്. അതുപോലെ തന്നെ ജെമിനി CLI വന്നിട്ടുണ്ട്.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഒരു വൈബ് കോഡിങ് പല രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതെന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് AI ടൂൾസ് ആയിട്ടുള്ള ലവബിൾ, ബോൾട്ട്, V0 എന്ന് പറയുന്നതൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് ലവബിൾ യൂസ് ചെയ്തിട്ടാണ് ഈ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നത്. നിങ്ങളും ഇതുപോലെ എന്ത് ചെയ്യാൻ, നിങ്ങൾക്കും ലവബിളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്കിൽസും നമ്മൾ ചെയ്ത വർക്കും കാര്യങ്ങളും ഒക്കെ ഒരു വെബ്സൈറ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്ലയൻസിനോ ഇല്ലെങ്കിൽ നമ്മുടെ റെസ്യൂമേലോ ഒരു HR-നോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ നമ്മളിത് സെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ലിങ്ക് സെൻഡ് ചെയ്ത് കൊടുത്താൽ വളരെ ഗുഡായിരിക്കും. അവർക്കും ഒരു ഒറ്റ ഇതിൽ തന്നെ നമ്മുടെ വർക്കും നമ്മുടെ സ്കിൽസും എല്ലാം കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ലവബിളിൻ്റെ വെബ്സൈറ്റിലേക്ക് വരിക. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗൂഗിളിൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഗൂഗിൾ അക്കൗണ്ട് യൂസ് ചെയ്ത് സൈനപ്പ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ആയിരിക്കും നമുക്ക് എന്താണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഫിഗ്മ ഡിസൈൻ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതിനെ നമുക്കിതിലേക്ക് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ എന്തെങ്കിലും റെഫറൻസ് ഇമേജുകളോ അല്ലെങ്കിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെയോ വെബ്സൈറ്റിൻ്റെയോ ഉള്ളിൽ നമുക്ക് ആഡ് ചെയ്യേണ്ട ലോഗോയോ പ്രൊഫൈൽ ഇമേജോ അല്ലെങ്കിൽ വർക്കുകളുടെ ഇമേജോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ അതിവിടെ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഇമേജസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് സുപ്പാബേസ് ഉണ്ട്. സുപ്പാബേസ് എന്ന് പറയുന്നത് ഒരു ബാക്ക് എൻഡ് ടൂളാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റാബേസ് അതുപോലെ ഒതൻറ്റിക്കേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സുപ്പാബേസും ലവബിളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ബാക്ക് എൻഡ് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് സുപ്പാബേസ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ നമുക്കിപ്പോൾ ഒരു വെബ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം, ബാക്ക് എൻഡും കൂടിയും വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ചെയ്യുന്ന കാരണം നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേറെ ബാക്ക് എൻഡിൻ്റെ ആവശ്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഒരു അടുത്ത ഒരെണ്ണം നമുക്ക് വെബ് ആപ്പ് ബിൽഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് സുപ്പാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഒതൻറ്റിക്കേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇനി നമ്മൾക്ക് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആദ്യം തന്നെ കുറച്ച് റെഫറൻസ് വെബ്സൈറ്റ്സുകൾ നമ്മൾക്ക് നോക്കുക. നമ്മൾക്കും ഒരു ഇൻസ്പിറേഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകളൊക്കെ ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് പറ്റുന്ന 2 വെബ്സൈറ്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്ന് curated.design എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇൻസ്പിറേഷൻസ് എടുക്കാനായിട്ട് പറ്റും. ലാൻഡിങ് പേജുകളുടെയും വെബ്സൈറ്റുകളുടെയൊക്കെ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻസ്പിറേഷൻസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ landbook.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് വന്നാലും നമുക്ക് എന്ത് കിട്ടും, ഇൻസ്പിറേഷൻസ് കിട്ടും. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വെബ് പേജും അതനുസരിച്ച് നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്ക് ഈ ഒരു പേജുകളിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഏത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുമ്പോഴും അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട അസറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വൈറ്റ് ബോർഡിങ് ത്രൂ നമ്മൾ ചെയ്യുമ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള അസറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഫോൾഡറിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഇപ്പം ഞാനിവിടെ ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ എനിക്ക് വേണ്ട 4 അസറ്റ്സ് ഞാനിവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന്, എനിക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിൽ എൻ്റെ കൊടുക്കേണ്ട ഫോട്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ പ്രൊജക്ട്സ് സെക്ഷനിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 3 പ്രൊജക്ട്സിൻ്റെ സ്ക്രീൻഷോട്ടുകളും ഞാനിവിടെ എടുത്ത് ഈ ഒരു ഫോൾഡറിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഈ ഒരു ഇമേജുകളെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിന് കറക്റ്റായിട്ടുള്ള നെയിമുകളും വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു നെയിം വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോംപ്റ്റിൻ്റെ ഉള്ളിൽ അത് മെൻഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പ്രോംപ്റ്റ് അവിടെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഞാൻ പ്രോംപ്റ്റ് റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പ്രോംപ്റ്റ് ഗോ ത്രൂ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ എ ഫ്യൂച്ചറിസ്റ്റിക് ഇമേഴ്സീവ് ആൻഡ് പ്രീമിയം പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഫോർ എ ടാലൻറ്റഡ് വെബ് ഡെവലപ്പർ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമായിട്ട് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ്
നമുക്ക് വേണ്ടത്, തീമും കാര്യങ്ങളുമൊക്കെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. എന്തൊക്കെ ടെക്നോളജീസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജിസാപ്പ് ആനിമേഷൻസിന് നമ്മൾ ജിസാപ്പ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ 3D ഒരു ഇൻ്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സ്പ്ലൈൻ്റെ ഒരു 3D ഇൻ്റഗ്രേഷൻ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്, ഒരു ഇൻ്ററാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അത് കോഡ് എംബഡ് ചെയ്യുന്ന പ്ലേസ് ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രീ ലോഡറായിട്ട് ഒരു ജിസാപ്പ് പവേർഡ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ക്രീൻ ലോഡർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയിം കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോഗ്രസ് ബാർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ ലോഡ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെബ് പേജിൽ വേണ്ട ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ സ്പ്ലിറ്റ് ഡൗൺ ചെയ്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഹീറോ സെക്ഷനിൽ എനിക്ക് എന്ത് ടെക്സ്റ്റ് കൊടുക്കണം, ഹെഡിങ്, സബ് ഹെഡിങ്, നമ്മുടെ ക്ലിക്ക് ടു ആക്ഷൻ ബട്ടൺ, CTA ബട്ടണിൽ എന്തൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്തു. അടുത്ത സെക്ഷൻ നമ്മുടെ എബൌട്ട് സെക്ഷനാണ്. എബൌട്ട് സെക്ഷനിൽ ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ ഒരു പ്രൊഫൈൽ ഇമേജ് വേണം, profile.png അറ്റാച്ച്ഡ്. നമ്മൾ നേരത്തെ നമ്മുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ലേ, അപ്പോൾ അത് ഉണ്ട്, അതാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടതെന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മളുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. അതിൻ്റെ ഉള്ളിലും നമ്മൾ എന്ത് ചെയ്തു, ഓരോ പ്രൊജക്റ്റ് 1 പ്രൊജക്റ്റിൻ്റെ നെയിം കൊടുത്തു, അതിൻ്റെ ടൈറ്റിൽ, ടെക്സ്റ്റ്, ആക്കസ്, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ നേരത്തെ ഏത് പേര് വെച്ചാണോ അപ്ലോഡ് ചെയ്തത് ആ പേരുകൾ വെച്ചിട്ട് തന്നെ നമ്മളിവിടെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ക്രീൻഷോട്ട്സ് തന്നെ അവിടെ ജനറേറ്റ് ആയിട്ട് അവർ ആഡ് ചെയ്തോളും. ഇനി ഓൺ ഹോവറിൽ എന്ത് വേണം, ജിസാപ്പിൽ സ്ക്രോൾ ട്രിഗേഴ്സ് എന്തൊക്കെയാണ് വേണ്ടത്, പിന്നെ കോണ്ടാക്റ്റ് സെക്ഷൻ, ഫൂട്ടർ സെക്ഷനിൽ ഒക്കെ എന്ത് വേണമെന്ന് കൊടുത്തു. ലാസ്റ്റ് നമ്മൾ എന്താണ് നമുക്ക് വേണ്ട ഫോണ്ടുകൾ, അതുപോലെ കളേഴ്സ്, ബട്ടൺസ്, കാർഡ് എങ്ങനെ വേണം, പിന്നെ റെസ്പോൺസീവ് ലേ ഔട്ട് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് നമ്മൾ ബേസിക്കലി കൊടുക്കുന്ന പ്രോംപ്റ്റ്. ഇനി ഇവിടെയാണ് നമ്മൾക്ക് ഹീറോ സെക്ഷനിലാണ് നമ്മൾ ഒരു 3D ബാക്ക്ഗ്രൗണ്ട് എംബെഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി spline.design എന്നുള്ള URL വരിക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെയുള്ള 3D ഈ ഒബ്ജക്ട്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് എംബെഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അത് നിങ്ങളിവിടെ എന്ത് ചെയ്യുക, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഫസ്റ്റ്. അതിനുശേഷം ഇവിടെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഒരു ടാബിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള 3D ഇത് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഒരു റോബോട്ടിക് മൂവ്മെൻ്റ് ഉള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഴ്സർ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ റോബോട്ട് മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടോ? അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇത് ചൂസ് ചെയ്യാണ്. ഇനി ഇത് ചൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ റീമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഇത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സ്പ്ലൈൻ സ്റ്റുഡിയോ ഓപ്പൺ ആവും. ഇവിടെ ഇത് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ പ്ലേ സെറ്റിങ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ഹൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അപ്ഡേറ്റ് പബ്ലിക് URL ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഓവർവ്യൂവിൽ വരാം.
എന്നിട്ട് ഈ ഒരു കോപ്പി എംബെഡ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എംബെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് നമ്മുടെ ഇതിലേക്ക് കോപ്പി ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ പ്രോംപ്റ്റിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3D ബാക്ക്ഗ്രൗണ്ട് എംബെഡിൻ്റെ അവിടെ ഈ ഒരു എംബെഡ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് ഫുള്ള് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലവബിളിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോംപ്റ്റ് ഫുൾ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് റൺ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോംപ്റ്റ് അത് റൺ ചെയ്യുന്നുണ്ട്. നമുക്കത് കഴിയുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പ്രൊജക്ട്സിന് എഡിറ്റ്സ് ഒന്നും വരുത്താതെ തന്നെ ഈ ഒരു LLMനോട് ചാറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തിനെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ചെയ്ത് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറയാനായിട്ട് ലവബിളിൻ്റെ അകത്ത് പറ്റും. അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്ത് കഴിയുന്നതിന് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വെബ് പേജ് ഇവിടെ ക്രിയേറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആണ് ക്രിയേറ്റ് ആക്കി തന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ ആഡ് ചെയ്ത ആ ഒരു 3D സ്പ്ലൈൻ മോഡലും ഇതിൻ്റെ പുറകിൽ നമുക്കിതുപോലെ വ്യൂ ചെയ്ത് കാണാനായിട്ട് പറ്റും. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത പ്രൊഫൈൽ ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു അബൌട്ട് മീ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, സ്കിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഫീച്ചേർഡ് പ്രൊജക്റ്റ് സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്ത പ്രൊജക്റ്റിൻ്റെ ഇമേജസ് അല്ല ആഡ് ചെയ്തിരിക്കുന്നത്, റാൻഡം ആയിട്ടുള്ള ഇമേജസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഒന്നും കൂടി മൈട്രേറ്റ് ചെയ്ത് പറഞ്ഞ് നമുക്ക് കറക്റ്റ് ചെയ്യിപ്പിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ലെറ്റ്സ് വർക്ക് ടുഗെദർ എന്ന് പറഞ്ഞിട്ടൊരു ഫോം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗെറ്റിൻ്റെ ജിമെയിൽ ID, ഗിറ്റ്ഹബിൻ്റെ ലിങ്കിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല രീതിയിലുള്ളൊരു ഫൂട്ടറും ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമുക്കത് ഫുൾ വ്യൂവിൽ കാണാനായിട്ട് ഇവിടെ ഓപ്പൺ പ്രിവ്യൂ ഇൻ ന്യൂ ടാബ് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്കൊരു ഫുൾ വ്യൂ, ആ ലോഡറൊക്കെ ഫസ്റ്റ് ഇതുപോലെ ലോഡിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇങ്ങനെയാണ് ഇത് ഡെവലപ്പായിരിക്കുന്നത്. വ്യൂ മൈ വർക്ക്, ഹയർ മീ ഒക്കെ കൊടുത്തിട്ടുണ്ട്. വ്യൂ മൈ വർക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫീച്ചേർഡ് പ്രൊജക്റ്റ് സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ ഹയർ മീ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിൻ്റെ സെക്ഷനിലേക്കൊക്കെ അത് ഓട്ടോമാറ്റിക്കലി ആങ്കർ ടാഗ് കൊടുത്തിട്ട് അതിനെ റീഡയറക്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. റെസ്പോൺസീവ്നെസ്സും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെസ്പോൺസീവ് ആയിട്ടുമാണ് നമുക്ക് ഈ ഒരു എൻ്റയർ വെബ് പേജ് ഡെവലപ്പാക്കി തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്ലൈഡറും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ലവബിളിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്ന്, ഇതിനിവിടെ ഒരു നമ്മുടെ ചാറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്കുണ്ടെങ്കിൽ അത് ചാറ്റ് ചെയ്യാം ഡയറക്റ്റ്ലി. ഇത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് എന്താ വരാഞ്ഞത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അതിൻ്റെ അടുത്ത് ഫസ്റ്റ് ചാറ്റ് ചെയ്യാം. അപ്പോൾ അത് ഓൾറെഡി അത് നമ്മുടെ കോഡിൽ പോയി അനലൈസ് ചെയ്ത് ഒരു ഇംപ്ലിമെൻറ്റേഷൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ അടുത്ത് പറയും. എന്നിട്ട് നമുക്കത് റൈറ്റാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ക്രെഡിറ്റ്സ് പോവില്ല. ഓരോ ഇംപ്ലിമെൻറ്റേഷൻ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രെഡിറ്റ്സ് ഫിനിഷ് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ചാറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മളത് ചാറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യുമ്പോഴത്തേനും ആ ക്രെഡിറ്റ്സ് നമുക്ക് ലോസായി പോവില്ല. ഇനി ഇതിൻ്റെ അകത്തുള്ള വേറെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇനി കോഡ് ചെക്ക് ചെയ്യാനായിട്ടാണെങ്കിൽ ഇവിടെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഡ് വ്യൂവർ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഫയൽസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതും എല്ലാം നമുക്ക് ഇവിടെ കോഡ് ഫുള്ള് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ
ബേസിക് ലെവലിൽ കോഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്കിവിടെ ഇത് തന്നെ ഒരു എഡിറ്ററായിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെയുള്ള ടെക്സ്റ്റുകൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹായ് ഐ ആം അലീഷ, വെബ് ഡെവലപ്പർ എന്ന് പകരം ഇപ്പോൾ എനിക്കിവിടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് കൊടുക്കണമെങ്കിൽ എനിക്ക് ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ നമുക്ക് ചേഞ്ചസ് ചെയ്യാനായിട്ട് പറ്റും. ഓരോന്നും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും കണ്ടൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാനായിട്ട് പോസിബിളാണ്. കണ്ടൻറ്റുകൾ അപ്ഡേഷൻ മാത്രമല്ല, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഈ ഒരു എഡിറ്റ് കണ്ടൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്കിവിടെ കണ്ടൻറ്റ് ഇവിടെ നിന്നും അപ്ഡേറ്റ് ചെയ്യാം, ഇവിടെയും അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സ്പേസിങ് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് എഡിറ്റ് സ്പേസിങ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മാർജിനും പാഡിങ്ങും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാർജിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും മാർജിന് തന്നെ നമുക്ക് 2 ടൈപ്സ് വരുന്നുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റും ടോപ്പ് ആൻഡ് ബോട്ടവും. ഓക്കെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള വെബ് ടെക്നോളജീസ് ലൈക്ക് HTML-ഉം CSS-ഉം JS-ഉം ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കൽ കുറച്ച് ലൈക്ക് നമ്മളുടെ ഒരു ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാനുള്ളൊരു കാര്യം തന്നെ ഇതാണ്. ഇപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മാർജിനും പാഡിങ്ങും ഒക്കെ ഉണ്ട്. ഇപ്പം CSS ഒക്കെ അറിയാത്ത ഒരാൾക്കാരാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാവില്ല. നേരെ മറിച്ച് ഇപ്പം വെബ് ടെക്നോളജീസ് ലൈക്ക് HTML CSS-ൻ്റെ ഒക്കെ ബേസിക് കൺസെപ്റ്റെങ്കിലും, ഞാൻ പറയുന്നത് ഒരുപാട് ഡീപ്പറല്ല, ബേസിക് കൺസെപ്റ്റെങ്കിലും അറിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് മനസ്സിലാവും, അറിയാനായിട്ട് പറ്റും. മാർജിൻ എന്ന് പറയുമ്പോൾ എന്താണ്, പാഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ വാല്യൂ നമ്മൾ കൂട്ടുമ്പം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാഡിങ് മാർജിൻ കൂട്ടിയിടുമ്പം എന്തായിരിക്കും ചേഞ്ച് വരിക, ടോപ്പ് ആൻഡ് ബോട്ടം പാഡിങ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ മാർജിൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഔട്ട്സൈഡ് എന്തോരം സ്പേസ് വേണം എന്നുള്ളതാണ് മാർജിൻ എന്ന് പറയുമ്പോൾ. പാഡിങ് എന്ന് പറയുമ്പം ഈ ഇൻസൈഡ് സ്പേസാണ് പാഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കത് ഇവിടെ എന്ത് ചെയ്യാം, അതിൻ്റെ വാല്യൂസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാർജിനും പാഡിങ്ങും ഒക്കെ അഡ്ജസ്റ്റായി നമുക്ക് കിട്ടും. ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡും ഇതുമാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ടോപ്പിൽ ഇവിടെ ഇത് തമ്മിലുള്ള സ്പേസിംഗ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിതിൻ്റെ വാല്യൂ ഇപ്പോൾ ഇവിടെ 20 എന്ന് കൊടുത്താൽ ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ തമ്മിലുള്ള സ്പേസിങ് കൂടി. അതനുസരിച്ച് സ്പേസിങ് കൂട്ടലും കുറയ്ക്കലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ മാർജിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ സ്പേസിങ് ഡിസ്റ്റൻസ് കൂടി, ഈ ഒരു P ടാഗിൻ്റെ മേളിൽ സ്പേസിങ് കൂടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻസൈഡ് സ്പേസ് ചേഞ്ച് ആവാനായിട്ടാണ് നമുക്ക് ഈ ഒരു പാഡിങ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ പാഡിങ് 20, ഇപ്പോൾ ഞാനൊരു പാഡിങ് 50 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഇത് കണ്ടില്ലേ, ഇവിടെയുള്ള സ്പേസിങ് ശരിക്കും പറഞ്ഞാൽ ടോപ്പും ബോട്ടവും സ്പേസിങ് കൂടിയിട്ടുണ്ട്. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ടോപ്പ് മാത്രം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ബോട്ടം മാത്രം കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ ഇവിടെയുള്ള കണ്ടൻറ്റുകളൊക്കെ നമുക്ക് അതനുസരിച്ച് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് എഡിറ്റ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ കുറച്ചും കൂടി നമ്മൾക്ക് സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് എന്തോരം വലുതാവണം. ഇപ്പോൾ ഇവിടെ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു ചേഞ്ചസ്. അതനുസരിച്ച് നമുക്ക് എന്താണോ ഫോണ്ട് സൈസ് വേണ്ടതെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഫോണ്ട് വെയിറ്റ് ഉണ്ട്. ആ ഫോണ്ടിൻ്റെ തിക്നെസ് ആണ് ഫോണ്ട് വെയിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ ബോൾഡൊക്കെ ആക്കൂലേ, അതുപോലെയുള്ളത് ബോൾഡ് ആക്കണോ എക്സ്ട്രാ ബോൾഡ് ആക്കണോ എന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഇനി അടുത്തത് ഫോണ്ടിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ടിൻ്റെ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ച് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും കളർ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഇതിന് സ്യൂട്ടബിൾ ആവുന്ന കളർ ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അത് ചൂസ് ചെയ്യാം.
അതുപോലെ നെക്സ്റ്റ് ടെക്സ്റ്റ് അലൈൻമെൻ്റ് ഉണ്ട്. ടെക്സ്റ്റ് ലെഫ്റ്റ് അലൈൻ ചെയ്യണോ, സെൻറ്റർ അലൈൻ ചെയ്യണോ, റൈറ്റ് അലൈൻ ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ഇവിടെ ടെക്സ്റ്റിൻ്റെ അലൈൻമെൻറ്റ് ചൂസ് ചെയ്യാം. ഇനി അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം കുറച്ചുകൂടിയും CSSൻ്റെ അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ CSS കൺസെപ്റ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കുറച്ചെങ്കിലും നമ്മൾക്ക് HTMLഉം CSSഉം ഒക്കെ അറിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വൈബ് കോഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് വ്യൂസ് സ്വിച്ച് ചെയ്ത് കാണാനായിട്ട് പറ്റും. ടാബ്ലറ്റ് വ്യൂവും മൊബൈൽ വ്യൂവും ഒക്കെ നമുക്ക് ടോഗിൾ ചെയ്താൽ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ആ ഡിഫറെൻറ്റ് വ്യൂസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. ഇനി ആ വ്യൂവിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും നമുക്ക് ഫോണ്ട് സൈസുകളൊക്കെ അതനുസരിച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ വൈബ് കോഡിങ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. 3D ഒക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലവബിളി യൂസ് ചെയ്തിട്ടൊക്കെ ബിൽഡ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, നമ്മളതിന് റിപ്ലൈ തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഇത് ഷെയർ ചെയ്യുക. അവർക്കും ഇതുപോലെ തന്നെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റും ഒക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാൻ വെബ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ലവബിളി യൂസ് ചെയ്തിട്ട് സൂപ്പർ ബേസ് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.